പാലക്കാട് റോഡ് ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം വാഹനത്തിൽ കയറേണ്ടവരുടെ SPG തയ്യാറാക്കിയ ലിസ്റ്റിൽ മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥിയുടെ പേരില്ല. ഈ വിവരം തന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിലും ലിസ്റ്റ് കിട്ടിയത് റോഡ് ഷോയ്ക്ക് ശേഷമാണ് എന്നാണ് സലാം റിപ്പോർട്ടറിനോട് പറഞ്ഞത്. SPG തയ്യാറാക്കിയ ലിസ്റ്റ് ഇപ്പോൾ റിപ്പോർട്ടറിന് കിട്ടിയിട്ടുണ്ട്. അനാവശ്യ വിവാദമാണ് ഉണ്ടായത്. റോഡ് ഷോയിൽ പ്രധാനമന്ത്രിക്കൊപ്പം കയറേണ്ടവരെ നേരത്തെ നിശ്ചയിച്ചതാണ് എന്നും ഇപ്പോൾ അബ്ദുൽ സലാം റിപ്പോർട്ടറിനോട് വിശദീകരിക്കുകയാണ്. മുബഷീർ പി അക്ബർ നമുക്കൊപ്പം ചേരുന്നു തത്സമയം. മുബഷീർ, ഗുഡ് മോർണിംഗ്. ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കുകയായിരുന്നു എന്നാണോ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? കാരണം ആ വാഹനത്തിൽ കയറേണ്ടവരുടെ ലിസ്റ്റൊക്കെ പ്രധാനമന്ത്രിയുടെ യാത്രാ ഷെഡ്യൂൾ, എത്ര സമയമുണ്ടാകും, അതൊക്കെ മുൻകൂട്ടി തയ്യാറാക്കുന്നതല്ലേ? നിശ്ചയമായും സുജയ, അനാവശ്യ വിവാദമാണെന്നാണ് BJP നേതൃത്വവും അതുപോലെ തന്നെ മലപ്പുറത്തെ NDA സ്ഥാനാർത്ഥി അബ്ദുൽ സലാം ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇത്തരമൊരു സാഹചര്യത്തിൽ കൂടിയാണ് കഴിഞ്ഞ ദിവസം ആ ഒരു പാലക്കാട് പ്രധാനമന്ത്രി പങ്കെടുത്ത റോഡ് ഷോയുടെ SPG ലിസ്റ്റ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ ഒരു ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാം, ഡേറ്റ് ഉണ്ട് 19/3/2024, അക്കമ്പനിങ് PM ഇൻ ഓപ്പൺ ജീപ്പ് ഡ്യൂറിംഗ് റോഡ് ഷോ അറ്റ് പാലക്കാട്. അതിൽ 3 വ്യക്തികളുടെ പേരാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് K സുരേന്ദ്രൻ, സ്റ്റേറ്റ് പ്രസിഡന്റ് BJP. രണ്ടാമതായി C കൃഷ്ണകുമാർ, പാലക്കാട് കാൻഡിഡേറ്റ്. മൂന്നാമതായി നിവേദിത സുബ്രഹ്മണ്യൻ, പൊന്നാനി കാൻഡിഡേറ്റ്. ഈ ഒരു ലിസ്റ്റിൽ മലപ്പുറം ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി അബ്ദുൽ സലാമിൻ്റെ പേരില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ മുതൽ ഈ ഒരു കാര്യം ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ലിസ്റ്റിനെ കുറിച്ചുള്ള വിവരം തനിക്ക് നേരത്തെ ലഭിച്ചിരുന്നെങ്കിലും ഈ ലിസ്റ്റ് ഈ റോഡ് ഷോയ്ക്ക് ശേഷമാണ് തനിക്ക് ലഭിച്ചതെന്നാണ് അബ്ദുൽ സലാം വ്യക്തമാക്കുന്നത്. അനാവശ്യ വിവാദമാണ്, ചില കേന്ദ്രങ്ങൾ പടച്ചിട്ട വിവാദമാണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സ്വാഭാവികമായും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായും ഉയരും. കാരണം ഈ ഒരു ലിസ്റ്റ് നേരത്തെ എന്തുകൊണ്ട് ലഭിച്ചില്ല എന്നുള്ളതാണ്. കാരണം ഇന്നലെ തന്നെ ആ ഒരു സമയത്ത് താൻ ആ ഒരു ജീപ്പിൽ കയറാൻ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അദ്ദേഹം അവിടെ നിൽക്കുന്നു. തുടർന്ന് അതിന് ഒരു അവസരം ലഭിക്കാത്തതിനെ തുടർന്ന് മടങ്ങിപ്പോയി എന്ന രീതിയിലുള്ള പ്രചാരണങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പരിഭവിച്ച് മടങ്ങിപ്പോയി എന്ന രീതിയിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. അതേസമയം തന്നെ അതിൽ അദ്ദേഹത്തിന് ഒരു നീരസമുണ്ടായ ഘട്ടത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മുബഷീർ, ഞാൻ ചോദിച്ചത് അങ്ങനെയാണെങ്കിൽ അബ്ദുൽ സലാം എന്ന് പറയുന്നത് ഒരു മുസ്ലിം പേരാണ്, കേരളത്തിൽ നിന്നുള്ള മുസ്ലിം സ്ഥാനാർത്ഥിയാണ്. ഒരു മുസ്ലിമിനെ ആ വാഹനത്തിൽ കയറ്റിയില്ല. അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടി SPG ലിസ്റ്റ് ഉണ്ടെന്നും ഇങ്ങനെ പ്രോട്ടോകോൾ ഉണ്ട്, നേരത്തെ തന്നെ ഇതൊക്കെ തയ്യാറാക്കും എന്നറിഞ്ഞിരുന്നിട്ടും മനഃപൂർവ്വം ആരോ ഈ ഒരു വിവാദത്തിന് തുടക്കമിട്ടു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? സുജയ, നിശ്ചയമായും അത്തരമൊരു ആരോപണത്തിൽ തന്നെയാണ് BJP ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്. ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയെ ആ നിലയിൽ ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നു എന്നതാണ് BJP കേന്ദ്രങ്ങളും പറയുന്നത്. ഇന്നെന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടെ മീറ്റ് ദ കാൻഡിഡേറ്റ് മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ അബ്ദുൽ സലാം പങ്കെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ കൂടുതൽ വ്യക്തത അദ്ദേഹം ആ ഒരു വിഷയത്തിൽ വരുത്തുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ആ ഒരു വിവാദത്തിന് തൊട്ട് പിന്നാലെ CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ ഉൾപ്പെടെയുള്ളവർ അതിൽ അഭിപ്രായവുമായി രംഗത്ത് വന്നിരുന്നു. സ്വാഭാവികമായി സൂചിപ്പിച്ചത് രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നീട് പുറത്തു വന്നിരുന്നത്. അവിടെ പ്രധാനമായും ഇതിന് നേതൃത്വം കൊടുത്ത അല്ലെങ്കിൽ BJP നേതൃത്വത്തിന് അതൊരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ്. കാരണം അബ്ദുൽ സലാമിനെ ആ നിലയിൽ വാഹനത്തിൽ കയറ്റാമെന്നൊരു പക്ഷേ ചില BJP നേതാക്കൾ പറഞ്ഞിരുന്നോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. അത്തരത്തിൽ പറഞ്ഞ പ്രതീക്ഷയിലായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം അവിടെ എത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ നിലയിൽ അദ്ദേഹവും നിവേദിത സുബ്രഹ്മണ്യത്തോടൊപ്പം അതുപോലെ തന്നെ പാലക്കാട്ടെ BJP സ്ഥാനാർത്ഥിയോടൊപ്പം ആ ഒരു വാഹനത്തിൽ കയറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. കൂടാതെ അദ്ദേഹം തന്നെ നമ്മളോടുള്ള ആ ഒരു സൗണ്ട് ബൈറ്റിൽ വ്യക്തമാക്കുന്നുണ്ട്, പ്രധാനമന്ത്രിയോടൊപ്പം വാഹനത്തിൽ കയറാൻ ആർക്കാണ് ആഗ്രഹമില്ലാത്തത്. എന്നാൽ കൃത്യമായ ഒരു പ്രോട്ടോകോൾ ആ ഒരു വിഷയത്തിലുണ്ടാകും. ഒരുപക്ഷേ ആ ഒരു പ്രോട്ടോകോളും SPG ലിസ്റ്റിനെ കുറിച്ചുള്ള ഒരു വിഷയമൊക്കെ തന്നെ അദ്ദേഹം ഈ ഒരു റോഡ് ഷോ തുടങ്ങിയതിനു ശേഷമായിരിക്കാം അറിഞ്ഞിട്ടുണ്ടാകുക. അപ്പോൾ ഉണ്ടായ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നമായിരിക്കും ആ ഒരു വിവാദങ്ങളിലേക്ക് നീങ്ങിയത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അതിനെ പൂർണ്ണമായും അദ്ദേഹം തള്ളിക്കളയുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ ഒരു SPG ലിസ്റ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നേരത്തെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത ആ ഒരു റോഡ് ഷോയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ വിവരങ്ങൾ ഉൾപ്പെട്ട SPG ലിസ്റ്റ് തന്നെയാണിത്. അതിൽ അബ്ദുൽ സലാമിൻ്റെ പേര് ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് സുജയ.